രാജ്യത്തെ മൊത്തം PSC-കൾ എടുത്തു നടത്തിയ നിയമനം നോക്കിയാൽ 42% നടന്നിരിക്കുന്നത്. മൊത്തമുള്ള സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും PSC-യും UPSC-യും കൂടി എടുത്തു നോക്കിയാൽ അവിടെ നടത്തിയ നിയമനങ്ങളിൽ 42% നിയമനം നടന്നിരിക്കുന്നത് കേരളത്തിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയാണ്. ഏതെങ്കിലും കാലത്ത് ഇത് അവകാശപ്പെടാൻ പറ്റുമോ? അത് ചെറുപ്പക്കാരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഉണ്ടെന്നേ. സിവിൽ CPO ഓഫീസിൽ നിന്ന് CPO ലിസ്റ്റിൽ നിന്ന് വേണ്ടത്ര നിയമനം നടത്തിയിട്ടില്ല. ഒരു കാലത്തും മുഴുവൻ റാങ്ക് ലിസ്റ്റിലും നിയമനം നടത്തിയ ചരിത്രമില്ല. അപ്പോൾ 42% രാജ്യത്തെ മൊത്തം നിയമനങ്ങളും PSC വഴിയുള്ള നിയമനങ്ങളും നടത്തിയ സംസ്ഥാനമായി കേരളം മാറുന്നു. ക്ഷേമ പെൻഷന്റെ കാര്യത്തിലോ UDF സർക്കാരിന്റെ കാലത്ത് കൊടുത്തത് എത്ര പേർക്കാ? 32 ലക്ഷം. എത്ര വെച്ചാ? 600 വെച്ച്. എത്രയാ മാസം ചെലവാക്കിയിരുന്നത്? 205 കോടി. മൊത്തം 5 വർഷത്തെ കാലയളവിൽ ചെലവാക്കിയത് എത്രയാ? 9,000 കോടി. LDF സർക്കാരിന്റെ കാലത്ത് ഒരാൾക്ക് കിട്ടുന്നത് എത്ര? 1,600 രൂപ. ഒരു മാസം ചെലവാക്കുന്നത് എത്ര? 900 കോടി. മൊത്തം 9 വർഷം കൊണ്ട് ചെലവാക്കിയത് എത്ര? 72,000 കോടി. UDF സർക്കാരിന്റെ കാലത്തെ 9,000 കോടി എവിടെ നിൽക്കുന്നു? പിണറായി സർക്കാരിന്റെ കാലത്തെ 72,000 കോടി എവിടെ നിൽക്കുന്നു? UDF സർക്കാരിന്റെ കാലത്ത് 205 കോടി എവിടെ നിൽക്കുന്നു? ഈ LDF സർക്കാരിന്റെ കാലത്ത് 900 കോടി രൂപ എവിടെ നിൽക്കുന്നു? UDF സർക്കാരിന്റെ കാലത്തെ 600 രൂപ എവിടെ നിൽക്കുന്നു? LDF സർക്കാരിന്റെ കാലത്തെ 1,200 രൂപ എവിടെ നിൽക്കുന്നു? ആശാ വർക്കർമാർ 1000 രൂപയായിരുന്നില്ലേ UDF കടന്നു പോകുമ്പോൾ? ഇപ്പോ 9 വർഷം കൊണ്ട് 7,000 ആയി വർദ്ധിപ്പിച്ചില്ലേ? ആ വർധനമടക്കം അവിടെയുണ്ട് എന്നുള്ളതാണ് ഞാൻ